വെറുതെ ഒരു ഉപദേശം എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിൽ പറയുന്ന കഥയും കഥാപാത്രങ്ങളും എല്ലാം സാങ്കല്പികമാണ്. കുറേ കഥ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഞാൻ ഈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങൾ എൻ്റെ ഈ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. മിനിയാ നമ്മളെ പൊള്ളക്കടയത്തെ രാധാമോഹൻ അവനൊരു ബേജാറ് പറയുന്നുണ്ടായിന്. അവൻ്റെ അയൽക്കുടി രാഘവനും അവൻ്റെ ഏട്ടനാ ഗോപനും ആ പിള്ളേർ എപ്പോൾ നോക്കിയാലും കലമ്പിലോട് കലമ്പൽ തന്നെ അലമ്പ്. എന്നിട്ട് സ്ഥലം കിട്ടിയിട്ടാകുമ്പോൾ കുത്ത് കിട്ടിയിട്ടാകുമ്പോൾ രാഘവൻ ഓൻ്റെ വീടും കിട്ടിയ വീടും ആ പറമ്പും ക്ലായിക്കോട്ടെ ശശിക്ക് കൊടുത്തു. ഇവൻ ഗോപനാണെങ്കിലോ ഓൻ്റെ ആ കുന്നും ആ കാടും കുമ്പളത്തെ ബാബുവിനെ കൊടുത്തു. ഇതൊക്കറിയില്ലല്ലോ, ഈ ബാബുവും ശശിയെല്ലാം കുറേ കാലമായിട്ട് ഈ ഫീൽഡിലുള്ളവരാണ്. അവരൊന്നിച്ച് ഈ വീട് കുത്തിപ്പൊളിച്ചിട്ട് അതിലത്തെ ആ പഴയ പലകയും അതിലത്തെ പണ്ടങ്ങളും പിന്നെ ആ കാട്ടിൽ കിടന്ന ആ എത്രയോ പഴക്കുല മരങ്ങളല്ലേ എല്ലാം മുറിച്ചിട്ട് ആ മണ്ണും രാത്രി കടത്തിയിട്ട് മൊത്തം നിരപ്പാക്കി. ഇപ്പം ഏതോ ദുബായിൽ ഏതോ കോടീശ്വരനെ തപ്പിപ്പിടിച്ചിട്ട് മറ്റേ കാഞ്ഞങ്ങാട്ടിലെ ബിനാമി ഈ സ്ഥലം മാള് കെട്ടാൻ കൊടുത്തിരിക്കുന്നു. ഇപ്പം ഈ രാധാമോഹൻ ആടെയും ആൾ വന്നാൽ രാധാമോഹനിവിടെ സ്വസ്ഥമായിട്ട് നിൽക്കാൻ സമ്മതിക്കുക. ഈ പിള്ളേരോട് മണ്ടിയിട്ട് ആ സ്ഥലം അങ്ങ് മൊത്തം എടുക്കായിരുന്നില്ലേ. ഈ പിള്ളേർക്ക് ചില്ലറ പൈസക്ക് ശശിക്കും ബാബുവിനും കൊടുക്കുന്നതിന് പകരം രാധാമോഹന് നല്ല പൈസക്ക് വാങ്ങട്ടില്ല. കലമ്പിട്ടൊന്നും കാര്യമില്ല. ഒന്ന് ആലോചിക്കണം. ദോഷ പരമം ലാഭ സത്സംഗ പരമാഗതി വിചാര പരമം ജ്ഞാനം ശമോഹി പരമാസുഖം.